അലീന പോയവരും ശിവേട്ടൻ വന്നിട്ട് വൈജയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ് കേട്ടോ വൈജ. അങ്ങനെയുള്ള ആളുടെ പെട്ടി സാധനം എല്ലാം പാക്കിയാണ്. ഇത് കാണുമ്പോൾ കമലിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. കമല ചോദിക്കുകയാണ്, അല്ല ശിവേട്ടാ, അവളെ എങ്ങോട്ടാ പാക്ക് ചെയ്തത്? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നത്? അവള് പോയി, അത്രമാത്രം അറിഞ്ഞാ മതി. നിങ്ങൾക്കൊക്കെ ഇപ്പൊ സമാധാനമായല്ലോ അല്ലേ എന്ന് ചോദിക്കാണ്. വൈജ പറയുന്നുണ്ട്, പിന്നെ സമാധാനാവാതെ? ഇത്രയും നാളും എന്റെ വീട്ടില് ഒരു ബാധ കയറി കിടക്കായിരുന്നു. ഇപ്പൊ അത് ഒഴിഞ്ഞു പോയല്ലോ, അത്രയും സമാധാനം എന്ന് പറയാണ്. ശിവൻ പറയാണ്, എന്നും നീ ഇങ്ങനെ തന്നെ പറയണം. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഞാൻ ദുഃഖിക്കാനോ? അവള് പോയതിലോ? സന്തോഷം കൊണ്ട് എനിക്കിപ്പോ തുള്ളിച്ചാടാൻ തോന്നുക. ശിവേട്ടനെ വീട് വരെ നാക്കണം. എന്തിന്? ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ടാക്സി പിടിച്ചല്ലേ വന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോ എന്തിനാ എന്റെ ആവശ്യം? അത് പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് കേറണ്ടേ? ആ ഒരു ചളുപ്പ് മാറ്റാനാ. ആ ഒരു ചളുപ്പോടുകൂടി തന്നെ നീ പോയി കേറിയാ മതി. എന്നെ കൊണ്ടാവില്ല. നിനക്ക് തോന്നുമ്പോ ഇറങ്ങി വരാനും തോന്നുമ്പോ കയറി പോവാനുമായിട്ട് എനിക്കതിന്റെ പിന്നാലെ നടക്കാനേ എനിക്കൊട്ട് സമയവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ. ശിവന് തന്നോട് നല്ല ദേഷ്യമാണെന്ന് വൈജയ്ക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് മാത്രം വൈജയ്ക്ക് മനസ്സിലായില്ല. തന്നെ ചതിച്ച് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് തന്റെ വീട്ടിൽ താമസിച്ച തന്റെ ഭർത്താവ് തന്നെ വേണ്ടെന്ന് പറയുകയും ചെയ്തു. ആദ്യമൊക്കെ ആങ്ങളമാർ തന്റെ ഭർത്താവിനെ അടിക്കാൻ നിൽക്കുമായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. എല്ലാവർക്കും അയാളോടും ആ അലിനോടും സ്നേഹം മാത്രം. അതിന്റെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും വൈജയ്ക്ക് പിടികിട്ടുന്നില്ല കേട്ടോ. വൈജി അങ്ങനെ എല്ലാം പാക്ക് ചെയ്തിട്ട് ഒരു ടാക്സി വിളിക്കാണ്. ശേഷം പോയിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോ അമ്മ ചോദിക്കാണ്, അല്ല നീ ഇപ്പൊ പോവാണോ? അതെ, ഞാൻ പോവാ. വിശേഷമൊക്കെ അമ്മ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അലീന അവിടുന്ന് പോയി. ഈശ്വര, അലീന പോയെന്നോ? എങ്ങോട്ടേക്ക്? അതിന് അമ്മ ഇത്ര ഞെട്ടേണ്ട കാര്യം എന്താ? അവളെ പറഞ്ഞയച്ചു. അവളുണ്ടെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവളെ അവിടുന്ന് ബാലേന്ദ്രൻ നാട് കിടത്തി. ബാലേന്ദ്രൻ അങ്ങനെ ചെയ്തോ? അവളെ അവിടുന്ന് പറഞ്ഞു വിട്ടോ? എന്റെ ഈശ്വര, എന്റെ കുട്ടി എവിടെ പോയി കാണും? എന്താ അമ്മ പറഞ്ഞത്? എന്റെ കുട്ടീന്നോ? ഏത് കുട്ടി? എവിടുന്നാ വന്ന് വലിഞ്ഞു കയറിയ ഒരനാഥ പെൺകുട്ടി. അത്രേ ഉള്ളൂ. എന്റെ ഭർത്താവിനെയും എന്റെ മക്കളെല്ലാം വശീകരിച്ച് എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടവളാ. അവളെയാണോ മുത്തശ്ശി അമ്മ ഇപ്പോ എന്റെ കുട്ടീന്ന് പറഞ്ഞത്? നിനക്ക് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. സ്നേഹവും നന്മയും മാത്രം മനസ്സിലുള്ളവളാ ആ പെൺകുട്ടി. പാവം എവിടെ പോയി കാണും ഈശ്വര. അമ്മയ്ക്കപ്പോ എന്റെ ജീവൻ നശിക്കുന്നതല്ലേ അമ്മയ്ക്ക് ഇഷ്ടം? അതോ അവള് നന്നായി ജീവിക്കുന്നതാണോ അമ്മയ്ക്ക് കാണേണ്ടത്? ഞാൻ ഇത്രയൊക്കെ അനുഭവിച്ച് ഇവിടെ വന്ന് കിടക്ക. അതിലൊന്നും അമ്മയ്ക്ക് ഒരു സങ്കടവും ഇല്ല അല്ലേ? അവള് പോയതിലാണോ അമ്മയ്ക്ക് സങ്കടം? അതൊന്നും പറഞ്ഞാ നിന്റെ തലേ കയറില്ല. അഹങ്കാരവും അഹന്തയും അഹംഭാവവും കൊണ്ട് നടക്കുന്നവളാ നീയ്. വൈജി എന്ന് പറഞ്ഞാല് എന്താ വലിയ സംഭവമാണെന്ന് പറഞ്ഞോണ്ടാ നീ നടക്കുന്നത്. പക്ഷേ നിന്റെ കയ്യിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്കല്ലേ അറിയുള്ളൂ. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? നീ നീ ബാലനെ പറയാനും അലിനെ പറയാനും മാത്രം എന്ത് യോഗ്യതയാ നിനക്കുള്ളത്? നീ അത് ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് നീ എങ്ങനെയായിരുന്നു എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചിനെ പ്രസവിച്ചിട്ടുള്ള നീ അതിനുശേഷം ഒന്നും അറിയാത്തവളെ പോലെ ഒരു ഭർത്താവിന്റെ കൂടെ ഇത്രയും കാലം നീ ജീവിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ അയാളെടുത്തിട്ട് ചെയ്യാതെ അയാളെ പഴിക്കാൻ നിനക്ക് എന്താ അവകാശമുള്ളത് എന്ന് ചോദിക്കാണ്. അതൊന്നും ബാലേന്ദ്രൻ അറിയില്ലല്ലോ. പക്ഷെ അങ്ങനല്ലല്ലോ അയാൾ കാണിച്ച തെമ്മാടിത്തരം. ആ പെണ്ണിനെ സ്വന്തം മോളാന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കല്ലായിരുന്നോ? കെട്ടിക്കാൻ പ്രായമായ മക്കളുള്ള വീടാ. എന്നിട്ട് എന്തൊക്കെ തോന്നിയാസാ അയാൾ കാണിച്ചത്? തോന്നിവാസം കാണിച്ചെന്ന് നീ പറഞ്ഞാ മതിയോ? നീ കണ്ടോ വൈജി അവൻ തോന്നിവാസം കാണിക്കുന്നത്? കുറെ വർഷമായിട്ട് നിനക്ക് അവനെ അറിയാമല്ലോ. 40-45 കൊല്ലമായില്ലേ അവനെ കാണാൻ തുടങ്ങിയിട്ട്. അവൻ ഇന്നേ വരെ ഒരു പെണ്ണിന്റെ പുറകെ പോണത് നീ കണ്ടിട്ടുണ്ടോ? ഒരു പെണ്ണുപിടിനാണോ അവൻ എന്ന് ചോദിക്കാണ്. അന്നും ഇന്നും അവനയാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അത് നിന്നെയാ. പക്ഷെ മനസ്സിലാക്കാതെ പോയതും നീ തന്നെയാ എന്ന് പറയാണ്. അമ്മ കൂടുതലൊന്നും പറയണ്ട. എന്തുകൊണ്ടാ ബാലേന്ദ്രനെ എനിക്ക് കെട്ടിച്ചതെന്നൊക്കെ എനിക്കറിയാം. പിന്നെ എല്ലാവരും കൂടുതൽ വർത്താനമൊന്നും പറയണ്ട. എൻ്റെ ഭർത്താവിനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഇപ്പം അവളെ മാത്രം മതി, ആ അലീനനെ. അല്ലാതെ എന്നെ ആർക്കും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുറ്റത്ത് വന്ന കാർ ഓണടിക്കാണ്. ശരി, ഞാൻ എന്നാ പോവാ. ഞാനേ ടാക്സി വിളിച്ചിരുന്നു. അതിൽ കയറി ഞാൻ എന്തായാലും കടപ്പാട്ടൂരേക്ക് നെടുമ്പുരക്കിലേക്ക് പോവാ എന്ന് പറയുന്നുണ്ട്. പൊക്കോ
വിജയശ്രീ ലാളിതയായിട്ട് കയറി പൊക്കോ. ആ പാവം പിടിച്ച പെണ്ണിനെ അവിടുന്ന് പറഞ്ഞയച്ചതല്ലേ. ഇനിയിപ്പോ നിനക്ക് സന്തോഷമായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലാലോ. പക്ഷേ നീ ഒരു ദിവസം കരയും. ഇതെല്ലാം ഓർത്ത് നീ കരയുക തന്നെ ചെയ്യും. അപ്പോഴേക്കും വൈജി ചോദിക്കാണ്, ഇതേ ഡയലോഗ് തന്നെയാ അമ്മയുടെ മോനും പറഞ്ഞത് ശിവേട്ടൻ. ഞാനിതോർത്ത് കരയുമെന്ന്. ഞാൻ എന്തിനാമ്മേ അവള് പോയതോർത്ത് കരയുന്നത്? ഒരിക്കലും വൈജ അങ്ങനെ കരയാൻ പോണില്ല, അതും അവളെ ഓർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അവിടുന്ന് പെട്ടിയും ലഗേജും ഒക്കെ ആയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാണ്. ഡ്രൈവർ വന്ന് ലഗേജ് എല്ലാം മേടിച്ച് ഡിക്കിയിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ വൈജ അവിടുന്ന് കമലയുടെ യാത്രയും പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. കമല ഒരു ദീർഘശ്വാസം വിടുകയാണ്, സമാധാനമായെന്നും പറഞ്ഞുകൊണ്ട്. ഇത്രയും ദിവസം വൈജ കൊണ്ടത് കമലയ്ക്കൊരു കണ്ണീക്കരടായിരുന്നല്ലോ, ഇപ്പൊ അത് മാറിയതോർത്ത് അവള് സന്തോഷിക്കാണ്. അങ്ങനെ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമായിട്ടോ. അലീനെ അവിടുന്ന് പറഞ്ഞയച്ചെന്നും പറഞ്ഞിട്ട് എവിടെയായിരിക്കും അവള് പോയത് എന്ന് മുത്തശ്ശി ഓർക്കാണ്. അങ്ങനെ വൈജ ഭയങ്കര സന്തോഷവതിയായിട്ട് നേരെ നെടുമ്പുരക്കിലേക്ക് ചെന്ന് കയറുകയാണ്. അങ്ങനെ ഡ്രൈവർ വന്നിട്ട് ലഗേജ് എല്ലാം പറക്കി താഴേക്ക് വെക്കുന്നുണ്ട്. ഇരുന്ന് അകത്തേക്ക് വെച്ച് തരുമോ എന്ന് ചോദിക്കുമ്പം ശരി മേഡം എന്ന് പറയാണ്. അകത്തേക്ക് ആ ലഗേജ് എല്ലാം എടുത്തു വെക്കാണ്. ഈ സമയം സിറ്റൗട്ടിൽ തന്നെ കൃഷ്ണയും ബബിതയും രോഹിത്തും ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവര് ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരിക്കും. വൈജയെ കണ്ടപാടെ അവര് മൂന്നുപേരും എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. മൂന്നുപേരും പരസ്പരം മുഖത്തോടെ മുഖം നോക്കുകയും പിന്നെ വൈജയെ നോക്കുകയും ചെയ്യുന്നുണ്ട്. വൈജ അയാൾക്കുള്ള കാശും കൊടുത്തിട്ട് അകത്തേക്ക് കയറിയിട്ട് ചോദിക്കുകയാണ്, മൂന്നുപേരും എന്താ പഴം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? നിങ്ങളുടെ അമ്മ വന്നത് നിങ്ങൾ കണ്ടില്ലേ? ഒരു കൈ സഹായിക്കാൻ പോലും മൂന്നുപേരും തയ്യാറാവുന്നില്ലല്ലോ. അമ്മ വാമേന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകാൻ പോലും ആരും വരുന്നില്ലല്ലോ. കൃഷ്ണയും ബബി രോഹിയും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. വൈജ കഷ്ടം തന്നെ, ഞാനൊക്കെ നിന്നെ ചുമന്ന് പ്രസവിച്ചത് വെറുതെയാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അകത്തേക്ക് കയറിപ്പോയി സാരിയൊക്കെ മാറിയിട്ട് നൈറ്റി ഇട്ടുകൊണ്ട് വൈജ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും ഇവർ ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തയ്യാറെടുക്കുകയാണ് കേട്ടോ. കൃഷ്ണേ, നീ പോയിട്ട് എനിക്ക് ഗ്ലാസ് ചായ എടുത്തോണ്ട് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണൻ ചായ എടുക്കാനായിട്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. അല്ല, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ ചായ കുടിച്ചോണ്ട് ഈ സമയത്ത് ഇവിടെ ഇരിക്കുന്നത്? അല്ലമ്മേ, ഇത് ടീ ടൈമാ. ടീ ടൈമോ? അതെ, ഞങ്ങൾ ചായ എടുക്കുന്ന സമയമാ. ഈ ചായ കുടിച്ചോണ്ട് ഞങ്ങൾ സ്കൂളിലെ കോളേജിലെ എല്ലാ കാര്യങ്ങളും അന്നന്ന് ഷെയർ ചെയ്യും. അതിനുവേണ്ടി ഞങ്ങൾ കണ്ടെത്തിയ സമയമാണ് എന്ന് പറയുമ്പം അവൾ മനസ്സിൽ കരുതുന്നുണ്ട്, ഇതെല്ലാം അലീനയുടെ പുതിയ ഭരണ പരിഷ്കാരങ്ങളായിരിക്കും, ഇതെല്ലാം മാറ്റിയെടുക്കണം എന്ന് ആലോചിക്കാൻ കേട്ടോ. അങ്ങനെ കൃഷ്ണ പോയിട്ട് ചായ ഇട്ടുകൊണ്ട് വന്നിട്ട് വൈജയ്ക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം രോഹിയും കൃഷ്ണയും ബബിയും കൂടി അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ടേ. ആ സമയം വൈജ ഹാളിലിരിക്കുകയായിരിക്കും. ഇവര് മൂന്നുപേരും വൈജയുടെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ. എന്നാൽ അവർ മൂന്നുപേരും കൂടി അടുക്കളയിലേക്ക് കയറിയിട്ട് ഒരാൾ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുമ്പോൾ ഒരാളെ പരത്താണ്, ഒരാളപ്പോൾ ചുട്ടെടുക്കുന്നുണ്ട്. അതിനുശേഷം മൂന്നുപേരും കൂടി ചിക്കൻ കഴുകി അതിനുള്ളത് അരിഞ്ഞ് ഒരാളെ വഴത്തുമ്പോൾ ഒരാളത് കട്ട് ചെയ്യും. അങ്ങനെ മൂന്നുപേരും കൂടി ചിക്കൻ കറി റെഡിയാക്കാണ്. താനൊരു ആൺകുട്ടിയാണ്, അടുക്കളയിൽ കയറാൻ പാടില്ല, അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാതെ രോഹിയും അവരുടെ കൂടെ കൂടി എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് കേട്ടോ. അടുക്കളയ്ക്ക് കയറി വന്നിട്ട് വൈജി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ പിള്ളാരെ അടുക്കളയിൽ കയറി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലാതെ പിന്നെ വേറെ ആര് ചെയ്യാനാമേ? അച്ഛനൊരു സർവന്റിനോട് പറഞ്ഞിട്ടുണ്ട്, അവര് വരുന്നവരെ ഞങ്ങൾ തന്നെ ചെയ്യണ്ടേ? അല്ല, ഈ ജോലിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എപ്പോഴാ പഠിക്കുക? അതിനൊക്കെ സമയമുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, 6 to 7 ഇതാണ് ഡിന്നർ ടൈം. ഡിന്നർ ഉണ്ടാക്കി വെച്ചതിന് ശേഷം 7 മണി മുതൽ 9 മണി വരെ ഞങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ്. പിന്നെ 9 മണിയാകുമ്പം ഫുഡ് കഴിക്കും. 9:30 ആകുമ്പോൾ എഴുന്നേക്കാം, വീണ്ടും പോയി 1/2 മണിക്കൂർ പഠിക്കണം, അതിന് ശേഷമേ കിടക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പം, അല്ല ഇതൊക്കെ പുതിയ പരിഷ്കാരങ്ങളാണല്ലോ, ഇതൊക്കെ ആരാ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പം കൃഷ്ണ പറയാണ്, അത് അലിനെ ചേച്ചിയാ. ഞങ്ങളിപ്പോഴേ കറി ഉണ്ടാക്കാനും ചോറുണ്ടാക്കാനും എല്ലാം പഠിച്ചു. അപ്പോൾ വൈജ പറയുന്നുണ്ട്, കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളെ വെച്ചുകൊണ്ട് അവൾ പണിയെടുപ്പിച്ചു, അവളുടെ സുഖിച്ചിരുന്നു, അതൊന്നും മനസ്സിലാക്കാതെ കുട്ടികളെ പോലെ നിങ്ങൾ ഇരുന്നല്ലേ എന്ന് ചോദിക്കാണ്. അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? സ്വന്തം വീട്ടിലെ ജോലി നമ്മൾ തന്നെ ചെയ്യണ്ടേ? എങ്കിലല്ലേ നമുക്കൊരു ഉത്തരവാദിത്തമൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു അച്ചടക്കോ മര്യാദയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് കൃഷ്ണൻ പറയുമ്പോൾ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാണ്. അമ്മേ, ചപ്പാത്തിയും കറിയെല്ലാം റെഡിയായിട്ടുണ്ട്, ഞങ്ങളെന്നാ പോയിരുന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും കൂടി പോയിരുന്ന് പഠിക്കാൻ കേട്ടോ. 7 മണി മുതൽ 9 മണി വരെ അവർ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്.
ഇതൊക്കെ കാണുന്ന വൈജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അലീന കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യമാണെങ്കിൽ പോലും അത് അലീന പറഞ്ഞതുകൊണ്ട് തന്നെ അവക്കൊട്ടും അംഗീകരിക്കാനാവുന്നില്ല. അപ്പോഴേക്കും ബാലേന്ദ്രൻ വന്ന് കയറുക കേട്ടോ. ഈ സമയത്ത് 3 പേരും കൂടി ബാലൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അച്ഛാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ബാലൻ എന്തോ ഒരു പൊതിയും കൊണ്ടാട്ടോ വന്നത്. എന്നാ ഞാനേ കടയിൽ നിന്ന് മേടിച്ചതാ. ഗോവർദ്ധൻ കുട്ടികൾക്ക് വാങ്ങിക്കാൻ വേണ്ടി സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറിയപ്പോൾ നിങ്ങൾക്കും വാങ്ങിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വീറ്റ്സ് കൊടുക്കാണ്. 3 പേരും കൂടി അത് വാങ്ങിച്ച് തുറന്ന് നോക്കുകയും അതുപോലെ തന്നെ ബാലനും കൊടുത്ത് അവരും കഴിക്കുന്നുണ്ട്. ശേഷം വൈജയ്ക്കും കൊണ്ട് കൊടുക്കാൻ കേട്ടോ. ഇതുവരെ ഇതൊന്നും പതിവില്ലാത്ത കാര്യമാണ്. ബാലൻ സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ട് വരിക, 3 പേരും ബാലനെ കണ്ടുടനെ എഴുന്നേറ്റ് ചെല്ലുക, ഇതൊക്കെ ഇന്നേ വരെ ഇവിടെ നടക്കാത്ത സംഭവമാ എന്നൊക്കെ വൈജ് ഓർക്കുന്നുണ്ട്. അച്ഛാ ഫ്രഷ് ആയിട്ട് വാ, ഞങ്ങള് ഡിന്നർ എടുത്ത് വെക്കാം, എല്ലാം റെഡിയാ എന്ന് പറയുമ്പോൾ ബാലൻ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി കുളിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും കൃഷ്ണയും ബബിയും രോഹിയും കൂടി ഡിന്നറെല്ലാം റെഡിയാക്കി ടേബിളിൽ വെക്കുന്നുണ്ട്. വന്ന പാടെ 3 പേരും കൂടി വിളമ്പാണ് കേട്ടോ. വൈജയനെ വിളിക്കുന്നുണ്ട്. വൈജയൻ ടേബിളിന് ചുറ്റും വന്ന് ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി സംതൃപ്തിയായിട്ട് ആഹാരം കഴിക്കുന്നുണ്ട്. വൈജ മാത്രം അവിടെ നുള്ളി ഇരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം അലീന കൊണ്ടുവന്ന ചിട്ടവട്ടങ്ങളാണല്ലോ, അതൊന്നും തന്നെ അവൾക്ക് ഒട്ടും പിടിക്കുന്നില്ല. ആഹാരം കഴിച്ചതിന് ശേഷം രോഹിയും കൃഷ്ണയും ബബിയും കൂടി ആ പ്ലേറ്റുകളും ബാക്കിയുള്ള എല്ലാം എടുത്തുകൊണ്ട് അടുക്കളയിൽ കൊണ്ട് വെക്കാണ്. കൃഷ്ണ ടേബിൾ ക്ലീൻ ചെയ്യുമ്പോഴേക്കും പ്ലേറ്റിലെ വേസ്റ്റ് എല്ലാം ബബിത കളഞ്ഞു വെക്കുന്നുണ്ട്. ഈ സമയം ആ പ്ലേറ്റുകളെല്ലാം രോഹി കഴുകി മാറ്റാൻ കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് വൈജ. ഇന്നേ വരെ കഴിച്ച പ്ലേറ്റ് അതേ സ്ഥലത്തുനിന്ന് പോലും എടുക്കാത്ത പിള്ളാരാ. അവൾ വന്നിട്ടുള്ള മാറ്റം കണ്ടില്ലേ, എൻ്റെ പിള്ളേരെ കൊണ്ട് അവൾ വീട്ടുജോലി ചെയ്യിപ്പിച്ചു എന്നൊക്കെ ഓർത്ത് വൈജ മുറുമുറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് 3 പേരും കൂടി വീണ്ടും വന്ന് കുറച്ചു നേരം അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാണ്. ആ സമയം അവര് ഫോണിലൊക്കെ നോക്കി വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. 9:30 കൃത്യം അവർ വീണ്ടും പഠിക്കാനെടുക്കാണ് കേട്ടോ. അങ്ങനെ പഠിച്ചതിന് ശേഷം എല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് നാളത്തിനുള്ള എല്ലാം ടൈം ടേബിൾ എല്ലാം അടുക്കി പറക്കി വെച്ചതിന് ശേഷം അവർ 3 പേരും ബായൊക്കെ പറഞ്ഞ് കിടക്കാനായിട്ട് പോവാണ്. കൃഷ്ണമോള് പോയിട്ട് ബാലനുള്ള ഗുളികയും വെള്ളവും ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളും വന്ന് കിടക്കാണ് കേട്ടോ. ഇതെല്ലാം കണ്ട് അവർക്ക് പുതിയ ടൈം ടേബിളൊക്കെ കണ്ടിട്ട് വൈജയ്ക്ക് ശരിക്കും കലിയാവുന്നുണ്ട്. നല്ല കാര്യമാണെങ്കിൽ പോലും അതെല്ലാം പഠിപ്പിച്ചത് അലീനയാണല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആവുകയാണേ. വൈജ എഴുന്നേറ്റ് വരുന്നത് ഏകദേശം 8:30 സമയമാകുമ്പോഴാണ്. അവൾ വരുമ്പോൾ കാണുന്നത് കൃഷ്ണ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ബബിയുണ്ട് കൂടെ. ഈ സമയത്ത് ബബിത വിളിച്ച് പറയുന്നുണ്ട്, രോഹിയേട്ടാ എൻ്റെ ഡ്രസ്സ് ഒന്ന് തേച്ച് വെക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ രോഹിത്ത് പോയിട്ട് അവൾ ഡ്രസ്സൊക്കെ തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ടിഫിൻ ബോക്സ് പെട്ടെന്ന് കൃഷ്ണ റെഡിയാക്കുമ്പോഴേക്കും രോഹി അതുകൊണ്ടൊന്ന് 2 പേരെയും ബാഗിലേക്ക് വെക്കുകയാണ്. അങ്ങനെ 2 പേരും ധൃതി വെച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വൈജി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോളേജിലും സ്കൂളിലൊന്നും പോകണ്ടേ പിള്ളേരെ, അടുക്കളപ്പണിയും ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? അമ്മയോട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് നേരത്തെ എഴുന്നിട്ടൊന്നും ചെയ്യത്തില്ലായിരുന്നോ? ഇതിപ്പോൾ ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ വേറെ ആര് ചെയ്യാനാ എന്ന് കൃഷ്ണൻ ചോദിക്കുകയാണ്. അച്ഛൻ്റെ സെർവറിനെ ഏർപ്പാടാക്കുന്നുണ്ട്. അതുവരേക്കെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണമല്ലോ. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ നോക്കണ്ടേ, എത്രയ്ക്ക് വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല എന്ന് പറയാണേ. ഭവിത അപ്പോഴേക്കും പോകാൻ റെഡിയായിട്ട് ഒരുങ്ങാണ്. രോഹി ചോദിക്കുന്നുണ്ട്, നീ കഴിക്കുന്നില്ലേ? ഇല്ല രോഹിയേട്ടാ, സമയം പോയി, കഴിച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയമൊന്നുമില്ല. ടേബിളിൻ്റെ മണ്ടയ്ക്ക് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ കൃഷ്ണമോള്. ഈ സമയത്ത് രോഹി അത് എടുത്തുകൊണ്ട് വന്നിട്ട് അവളുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ബബിത താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. താങ്ക്സ് ഒന്നും വേണ്ട, നീ പെട്ടെന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ആ പ്ലേറ്റിലുണ്ടാകുന്ന എല്ലാം അവൾക്ക് വാരി വായി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം ബബിത അവളുടെ മുടിയൊക്കെ സെറ്റ് ചെയ്യുകയും ബാക്കി ബാഗ് എടുക്കുകയും അങ്ങനത്തെ ഓരോ ജോലിയാണ് കേട്ടോ. താങ്ക്സ് രോഹിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി ഓടുകയാണ്. ഈ സമയം ആ പ്ലേറ്റും കൊണ്ട് രോഹി കഴുകി വെക്കുന്നുണ്ട്. ഇത്രയും കാലം പരസ്പരം കണ്ടാൽ പോലും മിണ്ടാത്ത 2 സഹോദരങ്ങളായിരുന്നു അവർ 2 പേരും മാത്രമല്ല 3 പേരും. പരസ്പരം കണ്ടാൽ മിണ്ടുകയോ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയോ കഴിച്ചോ എന്ന് പോലും ചോദിക്കത്തില്ലായിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പോൾ രോഹി നമ്മുടെ ബബിതയുടെ വായിൽ വാരി കൊടുക്കുന്നത്. കൃഷ്ണയാണെങ്കിലോ ആ സമയം അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ടേബിളിൽ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വെക്കുന്നുണ്ട്. രോഹിയേട്ടാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവളെ വേഗം കുളിക്കാനായിട്ട് ഓടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ട് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്.
അപ്പോഴേക്കും അവളുടെ ടിഫൺ ബോക്സും ബാക്കിയെല്ലാം തന്നെ ബാഗിൽ രോഹി എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൾക്കുള്ള ബാഗും എടുത്ത് കൊടുത്തിട്ട് രോഹി അവൾക്ക് ടാറ്റ പറയുമ്പം ശരി രോഹിട്ടാ, ഞാൻ പോയിട്ട് വരാം, അമ്മയെ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവളും പെട്ടെന്ന് ഇറങ്ങി പോവാണ്. ഈ സമയം രോഹിയോട് വൈജി ചോദിക്കുന്നുണ്ട്, നിനക്കെന്താടാ കോളേജിലൊന്നും പോകണ്ടേ? അമ്മയ്ക്ക് അറിയില്ലേ ഞാനിപ്പോൾ സസ്പെൻഷനിൽ തന്നെയാ. അലീന ചേച്ചി പറഞ്ഞതുകൊണ്ട് അടുത്ത മാസം തൊട്ട് എനിക്ക് കോളേജിൽ കയറാം. എന്ത് പറഞ്ഞാലും ഒരു അലീന ഉള്ളതല്ലേ അമ്മ പറഞ്ഞത്. പിന്നെ അമ്മ ഇപ്പോൾ അതിന് ചൂടാവേണ്ട കാര്യം എന്താ? ചേച്ചി ഉള്ളതുകൊണ്ടാ എനിക്ക് 1 മാസം സസ്പെൻഷൻ മാത്രമായിട്ട് ഒതുക്കി കിട്ടിയത്. അല്ലെങ്കിലേ ഞാൻ വേറെ കോളേജ് തപ്പി കണ്ടുപിടിക്കേണ്ടി വന്നേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നാണയില്ലേ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്നത് പോലെ അടുക്കള കയറി പാത്രം കഴുകാനും പെങ്ങന്മാരുടെ ഡ്രസ്സ് തേച്ചു കൊടുക്കാനും? അമ്മ ഈ ഏത് ലോകത്താ ജീവിക്കുന്നേ? പണ്ടായിരുന്നു അങ്ങനെയില്ല, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാ ജോലിയും ചെയ്യണം. അതാ ഒരു വീടിന് ഐശ്വര്യം. എൻ്റെ സഹോദരങ്ങളുടെ അല്ലേ ഞാൻ തേച്ചു കൊടുത്തത്, അവർ കഴിച്ച പാത്രമല്ലേ ഞാൻ കഴുകിയത്, എൻ്റെ അച്ഛനമ്മയും കഴിച്ച പാത്രം. അതിലിപ്പോൾ ഇത്ര നാണകടന എന്തിരിക്കുന്നു? അതൊക്കെ എല്ലാവരും ചെയ്യേണ്ട കാര്യം തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് രോഹി അടുക്കളയിൽ ചെല്ലുന്നുണ്ട്. കൃഷ്ണ എല്ലാ പാചകം ചെയ്തതിനു ശേഷം പാത്രമെല്ലാം കൂട്ടിയിട്ടിരിക്കുകയായിരിക്കും. അതെല്ലാം തന്നെ രോഹി ആ ഗ്യാസ് അടുപ്പും ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് പാത്രം കഴുകി വെക്കുന്നുണ്ട്. രോഹിയുടെ ഈ മാറ്റമൊക്കെ കണ്ട് അന്താളിച്ച് നിൽക്കുമായിരിക്കും കേട്ടോ നമ്മുടെ വൈജ. അങ്ങനെ രോഹി ജോലിയെല്ലാം കഴിഞ്ഞ് ആ പേരെല്ലാം തൂത്ത് തുടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രോഹി സസ്പെൻഷനിലാണല്ലോ, അതുകൊണ്ട് തന്നെ വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്തിടുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് വൈജയ്ക്കാണെങ്കിൽ നല്ല കലിപ്പാവുന്നുണ്ട് കേട്ടോ. എങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കാണ്. അങ്ങനെ രോഹി മുകളിലത്തെ മുറിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതേ സമയത്ത് വൈജ അവിടെ ആലോചിക്കുകയാണ്, അലീന താമസിച്ചിരുന്ന ആ മുറി അത് കാണുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പണ്ട് തൻ്റെ അമ്മ താമസിക്കാനെടുത്ത മുറിയാ, പിന്നീടത് അവളെ കൈക്കലാക്കി ആ നാശം പിടിച്ചവൾ എന്നും പറഞ്ഞുകൊണ്ട് ആ മുറി ഇരുന്ന വൈജ പതിയെ ഇറങ്ങി അലീന കിടന്ന മുറിയിലേക്ക് വരികയാണേ. അവിടെ എല്ലാം ചുറ്റോട് ചുറ്റും നോക്കുന്നുണ്ട്. എല്ലാം വിരിച്ചുപടിന്റെ കിടക്കാണ്. എല്ലാം നല്ല ക്ലീൻ ആക്കി മക്കളെ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ പോയി ഓരോ കബോർഡുകളും തുറന്നു നോക്കുന്നുണ്ട്. അതിനകത്ത് അലീനയുടെ ഒരു ഫോട്ടോ ഇരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. അത് കണ്ട് ദേഷ്യം വന്ന് ആ ഫോട്ടോ അവളോടെ കമത്തി വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാ മുറികളും തപ്പുവാണ് കേട്ടോ. എല്ലാ കബോർഡുകളും തപ്പുന്ന സമയത്ത് അവളിങ്ങനെ മുകളിലത്തെ ഒരു കബോർഡിൽ കൈ ഓടിക്കുമ്പോൾ തൻ്റെ കയ്യിൽ എന്തോ ഒന്ന് തടയുന്നതായിട്ട് തോന്നുകയാണ്. അങ്ങനെ വൈജ അതെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. സ്നേഹനികേതത്തിലെ ഒരു ഫയലായിരിക്കും അവളുടെ കയ്യിൽ ഉടക്കിയത്. ആ ഫയലെടുത്ത് വൈജ നോക്കുമ്പം അത് അലീനയുടെ സ്നേഹനികേതത്തിലെ ഫയലായിരിക്കും കേട്ടോ. തുറക്കുമ്പോൾ തന്നെ അലീനയുടെ ഫോട്ടോ കാണുമ്പം അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ആ ഫയൽ നോക്കുമ്പോൾ സ്നേഹനികേതത്തിലെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാണുമ്പോഴാണ് വൈജയുടെ കണ്ണിൽ ഒരു കാര്യം ഉടക്കുന്നത്. താൻ പണ്ട് തൻ്റെ മകളെ പ്രസവിച്ച അതേ ഡേറ്റ്, ജൂലൈ 22-ാം തീയതി. ആ ഡേറ്റ് തന്നെയാണ് കേട്ടോ അലീനനെ സ്നേഹനികേതത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അലീനയുടെ ബർത്ത് ഓഫ് ഡേറ്റും ജൂലൈ 22-ാം തീയതിയാണ്. അതും അതേ വർഷം തന്നെ, 23 വർഷങ്ങൾക്ക് പിന്നില്. താൻ എന്നാണോ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞ് മരണപ്പെട്ടു പോയത്, അതേ ദിവസം അതേ വർഷമാണ് ആ കുഞ്ഞും ഉണ്ടായിരിക്കുന്നത്. അതായത് അലീനയുടെ ബർത്ത് ഓഫ് ഡേറ്റും. ഇത് കണ്ട് വൈജ ആകപ്പാടെ ഒന്ന് ഷോക്കാവുകയാണ് കേട്ടോ. വൈജ ഓർക്കുന്നുണ്ട്, ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് ആ ഡേറ്റ് തന്നെ വന്നു എന്ന് ഓർക്കുന്നുണ്ട്. എങ്കിൽ പോലും തൻ്റെ കുഞ്ഞ് മരണപ്പെട്ടു പോയല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്കതൊരു സംശയമായിട്ട് തോന്നുകയില്ല കേട്ടോ. അങ്ങനെ ആ പേജുകൾ അവൾ മറിച്ച് നോക്കുമ്പോഴായിരിക്കും മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം കൂടി അവൾ കാണുന്നത്. അതായത് തൊട്ടിപ്പുറത്തെ ഒരു പേജില് ഗാർഡിയന്റെ സ്ഥാനത്തും സ്വന്തം പിതാവിന്റെ സ്ഥാനത്തും ഉള്ള കയ്യൊപ്പ് മറ്റാരെയല്ല, സ്വന്തം അച്ഛൻ്റെ ഒപ്പ്. അതും ഇപ്പോഴൊന്നും അല്ല, 23 വർഷങ്ങൾക്ക് മുമ്പ് അലീനാനെ അവിടെ ഏൽപ്പിക്കുമ്പം, അതായത് അലീനാനെ ആ കുഞ്ഞിനോട് ഏൽപ്പിക്കുമ്പോൾ അവിടെ ഒരു ഫോമൊക്കെ കൊടുക്കുമല്ലോ, ആ സമയത്ത് ഗാർഡിയന്റെ സ്ഥാനത്ത് ഒപ്പിട്ടിരിക്കുന്നത്, അവരെ കൊടുത്ത സ്ഥാനത്ത് ഒപ്പിട്ടിരിക്കുന്നത് സ്വന്തം അച്ഛൻ്റെ കയ്യൊപ്പാണ്. അത് മാത്രമല്ലാതെ അച്ഛൻ്റെ പേരും ഫോട്ടോയും സഹിതം അവിടെ ഉണ്ട്. അത് കാണുമ്പോൾ വൈദ്യുതി ചങ്കിനകത്ത് ഒരു ആളിക്കത്തിൽ ഉണ്ടാവാണ് കേട്ടോ. വൈദ്യു ഓർക്കാണ് അപ്പോൾ തൻ്റെ അച്ഛനാണോ അലീനെ അവിടെ ഏൽപ്പിച്ചത്? അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് വായിച്ചു നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്, അന്നേ ദിവസം അലീന എന്ന കൈക്കുഞ്ഞിനെ ആ ഓർഫനേജിന് കൈമാറിയത് മറ്റാരുമല്ല, തൻ്റെ അച്ഛനാണ്. എന്തിനായിരിക്കും തൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്തത്?
ആ കുഞ്ഞ് ഏതായിരിക്കും എന്നൊക്കെയുള്ള സംശയത്തിൽ നിൽക്കുകയാണ് കേട്ടോ വൈജ. വീണ്ടും ഓരോ പേജുകളും മറിച്ച് നോക്കുമ്പം വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ല. തൻ്റെ അച്ഛൻ അവിടെ കൊണ്ട് ഏൽപ്പിച്ച ആ ഒരു കുഞ്ഞാണെന്ന് മാത്രമേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ കേട്ടോ. വേറൊന്നും തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അലീന തൻ്റെ കുഞ്ഞുണ്ടായ അതേ ഡേറ്റ് തന്നെ ജനിച്ചവളാണ്. അതേ വർഷം, അതേ സമയം, അതേ ദിവസം തന്നെ തൻ്റെ അച്ഛൻ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ താൻ പ്രസവിച്ച കുഞ്ഞാണോ അലീന എന്നൊരു സംശയം വൈദ്യരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പക്ഷെ അച്ഛൻ മരിച്ചുപോയെന്നല്ലേ എന്ന് പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ ഈ കുഞ്ഞ് ഏതാ? ഒരു കാര്യമില്ലാതെ അച്ഛൻ അനാഥ കുഞ്ഞിനെ കൊണ്ടുവന്ന് അനാഥാലയത്തിൽ ഏൽപ്പിക്കുമോ? അതും ഇന്നേ വരെ താനോ മറ്റൊരു അറിഞ്ഞിട്ടുകൂടിയില്ല. അങ്ങനെ 100,000 ചോദ്യങ്ങൾ വൈദ്യരുടെ മനസ്സിലേക്ക് ഇരുമ്പി കയറി വരികയാണ്. ശരിക്കും അലീന തൻ്റെ കുട്ടി തന്നെയാണോ? അങ്ങനെ അവക്ക് പല പല ഇൻസിഡൻസ് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ആഗ്രയിലെ കാര്യങ്ങൾ അലീന പറഞ്ഞതും തൻ്റെ അമ്മേനെ വിളിക്കുമെന്ന് പറഞ്ഞതും തൻ്റെ സഹോദരനും തൻ്റെ അമ്മയും കൂടിയിട്ട് താന് അതോർത്ത് വിഷമിക്കുമെന്ന് പറഞ്ഞതും എല്ലാം അവൾ ഓർക്കാണ്. പലപ്പോഴായും അലീന തങ്ങളെ എൻ്റെ അമ്മയെപ്പോലെ കാണുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഇവൾ ഓർമ്മയിൽ വരുന്നുണ്ട് കേട്ടോ. എങ്കിലും തൻ്റെ അച്ഛൻ ആരെയും കൊണ്ട് ഏൽപ്പിച്ചത്? ഇനി ഈ കുഞ്ഞ് താൻ പ്രസവിച്ച കുഞ്ഞാണോ? അപ്പം മരിച്ചു പോയില്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് വൈജ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വൈജയ്ക്ക് ഈ ഒരു സംശയം എങ്ങനെയെങ്കിലും തീർക്കണം. അങ്ങനെ ശിവനെ ഫോൺ ചെയ്യാണ് കേട്ടോ വൈജ. ശിവൻ ഫോൺ ചോദിക്കുകയാണ്, എന്താ വൈജേ, രാത്രി 11 മണിയായല്ലോ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? എനിക്ക് നീ സമാധാനം തരില്ലേ? പോയ അന്ന് തന്നെ നീ വീണ്ടും പ്രശ്നം തുടങ്ങിയോ? എൻ്റെ ശിവേട്ടാ, ഞാൻ അതിനൊന്നും വിളിച്ചതല്ല. അലീനയുടെ മുറി തപ്പിയപ്പോൾ എനിക്കൊരു സാധനം കിട്ടി. എന്ത് സാധനം? സ്നേഹനികേതം പറഞ്ഞ ഓർഫനേജ് ഉണ്ടല്ലോ, അവൾ നിന്ന ഓർഫനേജ്. ആ ഓർഫനേജിലെ ഒരു ഫോമാ കിട്ടിയത്. ഫോമോ? അതെ, ഇപ്പോഴൊന്നും അല്ല, 23 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോമാ. അല്ല, അതെന്താ സംഭവം? നീ ഇപ്പം എന്തിനാ അതൊക്കെ എടുത്ത് നോക്കിയത്? അത് നോക്കിയതുകൊണ്ട് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. സംശയങ്ങളോ? എന്ത് സംശയങ്ങൾ? അല്ല, ഞാൻ അന്ന് ആദ്യം എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചില്ലേ, ആ അതേ ഡേറ്റിൽ അതേ വർഷത്തിലാണ് അലീനയുടെ ബർത്ത് ഓഫ് ഡേറ്റ്. ആ ദിവസമാണ് അവളെ ഓർഫനേജിൽ ആരും എത്തിച്ചേക്കുന്നത്. അത് പിന്നെ ഒരു ബർത്ത് ഡേറ്റിൽ എത്രയോ പേര് കാണും വൈജേ, അതൊക്കെ ഒരു സംഭവമാണോ? അതല്ല ശിവേട്ടാ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. തൊട്ടിപ്പുറത്തെ ഫോം കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. അവിടെ നമ്മുടെ അച്ഛൻ്റെ പഴയ ഫോട്ടോ. അച്ഛൻ്റെ പഴയ ഫോട്ടോയോ? അതെ, അലീനെ അവിടെ ഏൽപ്പിച്ചത് അച്ഛനാ. അച്ഛൻ അവിടെ ഏൽപ്പിച്ചു എന്നുള്ളതിൻ്റെ രേഖകളെല്ലാം ആ ഒരു ഫയലിലുണ്ട്. അത് മാത്രമല്ല, ആ ഒരു രേഖയുടെ താഴെയായിട്ട് അച്ഛൻ ഒപ്പുവിട്ടിട്ടുണ്ട്, അച്ഛൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ട് നിശബ്ദനായി നിൽക്കുക കേട്ടോ ശിവൻ. വൈജ സത്യമൊന്നും പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ശിവനാണെങ്കിലും പമ്മി നിൽക്കുകയാണ്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അച്ഛൻ പണ്ടങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണും. അതിപ്പോൾ എൻ്റെ കയ്യിലെ കുഴപ്പമാണോ? വേറെ ഏതെങ്കിലും കുട്ടിയെ കൊണ്ട് ഏൽപ്പിച്ചതായിരിക്കും. എങ്കിലും ശിവേട്ടാ, ഞാൻ പ്രസവിച്ച അതേ ഡേറ്റിൽ അതേ സമയത്ത് തന്നെ ഒരു കുട്ടിയെ നമ്മുടെ അച്ഛൻ കൊണ്ട് ഓർഫനേജിൽ ഏൽപ്പിക്കാമെന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയോ ഒരു ദുരൂഹതയില്ലേ? എനിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നു. എന്ത് സംശയം? അല്ല, ഈ അലീന എന്താണെന്ന്? ഒന്നുമല്ല, നീ മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പിന്നെ ഈ കാര്യത്തെക്കുറിച്ച് നീ ബാലിനോടൊന്നും സംസാരിക്കണ്ട. അത് മാത്രമല്ല, ഈ കിട്ടിയ ഫയലിൻ്റെ കാര്യം നീ അങ്ങ് മറന്നേക്ക് എന്ന് പറയുമ്പോൾ എന്താ ശിവേട്ട അങ്ങനെ? ഞാൻ പറഞ്ഞിട്ട് ശിവേട്ടിന് അതിനൊരു ഞെട്ടലോ മറ്റൊന്നും തോന്നുകൂടി ഇല്ലല്ലോ. അത് മാത്രമല്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടെന്ന് പറയുന്നു. അതിന് കാരണം എന്താ? വൈജയ്, ഞാൻ പറഞ്ഞല്ലോ, നീ ഇപ്പം അവിടെ സമാധാനമായിട്ട് നിൽക്കുകയല്ലേ, അതുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും നീ ചിന്തിക്കണ്ട. നീ ആ ഫയൽ ഇരുന്നിട്ട് തന്നെ വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആലീന പോയില്ലേ, അതോടുകൂടി നിന്റെയൊക്കെ സമാധാനമായില്ലേ? നിന്റെ ശത്രു പോയല്ലോ, ഇനിയെങ്കിലും സ്വസ്ഥമായിട്ട് നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ ഫോൺ കട്ടാക്കാണ്. ശിവന്റെ പെട്ടെന്നുള്ള ഈ വെപ്രാളവും ആ പെരുമാറ്റ രീതിയും നമ്മുടെ വൈജയില് നന്നായി സംശയം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വൈജ അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കാണ്. എന്തായാലും ഇപ്പൊ ആ സ്നേഹനികേതം ഇല്ല എന്നൊക്കെ അലീന പറഞ്ഞ അറിവുണ്ട്. പക്ഷെ നടത്തിപ്പുകാരായ ആരെങ്കിലുമൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരിക്കുമല്ലോ. അവരെ ആരെയെങ്കിലും കണ്ട് ഇതിന് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. അച്ഛനെന്ന് കൊടുത്ത ആ കുട്ടി ആരാണെന്ന് അറിയണം. ഈ അലീന താനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ പ്രസവിച്ച അതേ ദിവസം തന്നെ അച്ഛൻ കൊണ്ട് ആ കുഞ്ഞിനെ കൊടുക്കണമെങ്കിൽ
എൻ്റെ സംശയം ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കാൻ കേട്ടോ. അങ്ങനെ ആ ഫയല് ആരും കാണാതെ കൊണ്ടുവന്ന് അവളുടെ മുറിയിൽ ഭദ്രമാക്കി വെക്കുന്നുണ്ട്. ബാലനോട് എന്തായാലും ഇപ്പൊ ഈ കാര്യത്തെ പറ്റി സംസാരിക്കണ്ട. കാരണം സംസാരിച്ചാല് ഒരു പക്ഷേ താൻ കുടുങ്ങിയാലോ. താൻ പ്രസവിച്ച ദിവസം തന്നെ എന്ന് ബാലനോട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ മറ്റാരും അറിയാതെ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. അലീന ആരാണ്, താൻ അച്ഛനോട് കൊടുത്ത കുഞ്ഞാരാണ് എന്നെല്ലാം അറിയണം എന്നൊക്കെ വൈജ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടും ഉണ്ട്. നമ്മുടെ വൈജ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകുന്നൊരു പാർട്ട് കേട്ടോ. ആ ഒരു സ്റ്റോറി അടുത്തൊരു വീട്ടിൽ അപ്ലോഡ് ചെയ്യാം. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.